തൃശൂർ മുണ്ടൂർ ഓയിൽ ഫാം ഗോഡൌണിലെ തീപിടുത്തത്തിന് പിന്നിൽ മുൻ ജീവനക്കാരൻ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട ദേഷ്യത്തിലാണ് തീവച്ചതെന്ന് മുൻ ജീവനക്കാരന്റെ മൊഴി. പ്രതി ടിറ്റോ പോലീസിൽ കീഴടങ്ങി. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ് തൃശൂരിൽ നിന്നും. ലെവിൻ, എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത്? ഇയാൾ എന്തൊക്കെ കാര്യങ്ങൾ പോലീസിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ടിറ്റോ? ലക്ഷ്മി, തൃശൂർ മുണ്ടൂർ വേളേക്കാട് ഓയിൽ ഗോഡൌണിൽ ഇന്ന് രാവിലെ പുലർച്ചെ 3:30 തീപിടുത്തം ഉണ്ടായതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പുലർച്ചെ ഉണ്ടായ തീപിടുത്തം ഏറെ ആളിപ്പടർന്നതിന് ശേഷമാണ് ആളുകൾ കാണുന്നതും മറ്റും. തുടർന്ന് ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. കുന്നംകുളം, തൃശൂർ, ഗുരുവായൂർ മേഖലകളിൽ നിന്നുള്ള 8 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം രാവിലെ 8 മണിയോടുകൂടിയാണ് തീ പൂർണ്ണമായും നിയന്ത്രിച്ചത്. ഈ സമയത്തിനുള്ളിൽ സ്ഥാപനം പൂർണ്ണമായി കത്തി നശിക്കുകയും തൊട്ടടുത്ത റബ്ബർ എസ്റ്റേറ്റിലേക്ക് തീ പടരുകയും ചെയ്തു. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവത്തിൽ ചില ദുരൂഹതകൾ അവശേഷിച്ചിരുന്നു. ഈ സ്ഥാപനത്തിന് തീപിടിക്കാനുള്ള സാധ്യതകളില്ല. വാഹനങ്ങളുടെയും മറ്റും ഓയിലുകൾ മൊത്തമായി എത്തിച്ച് വിതരണം ചെയ്യുന്ന ഗോഡൌൺ കൂടിയാണിത്. ഇവിടെ തീപിടിക്കേണ്ട സാഹചര്യം ഇല്ല എന്നുള്ള സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസും ഫയർഫോഴ്സും അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഈ സ്ഥാപനത്തിലെ തന്നെ മുൻ ജീവനക്കാരനായിട്ടുള്ള ടിറ്റോ തൃശൂർ മുളകുന്നത്തുകാവ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുന്നത്. ഓയിൽ ഗോഡൌണിന് തീ വെച്ചത് താനാണെന്നാണ് ഇദ്ദേഹം പോലീസിനോട് പറഞ്ഞത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്ന തന്നെ കാരണങ്ങൾ ഇല്ലാതെ പിരിച്ചുവിട്ടതിലുള്ള ദേഷ്യത്തെ തുടർന്നാണ് ഇത്തരത്തിൽ തീ പിടിപ്പിച്ചത് എന്നുള്ളതാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. സ്ഥാപന ഉടമയുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു. പക്ഷേ ഇതൊക്കെ നിലനിൽക്കുമ്പോഴും തന്നെ പിരിച്ചുവിട്ടതിലുള്ള മനോവിഷമത്തെ തുടർന്നാണ് തീ പിടിപ്പിച്ചതെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയാണ് പോലീസ്. തുടർ നടപടികളെ കുറിച്ച് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. തുടർ നടപടികൾ ആലോചിച്ച് സ്വീകരിക്കുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ള കാര്യം. ലെവിൻ കെ വിജയൻ തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.